സാറെ, പ്രശസ്ത ഇൻഡോ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് സൽമാൻ റുഷ്ദി. അദ്ദേഹത്തിൻ്റെ സാത്താനിക് വേഴ്സസ് 36 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വിൽപ്പന നിരോധിച്ചതാണ്. ഇപ്പോൾ അതിൻ്റെ നിരോധനം മാറിയിരിക്കുന്നു. എങ്ങനെ കാണുന്നു സാർ അതിനെ? അത് വളരെ രസകരമായ ഒരു സംഭവമാണ്. 1988 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് സാത്താനിക് വേഴ്സസ് ഇംഗ്ലണ്ടിൽ പ്രസിദ്ധീകൃതമാകുന്നത്. അത് പുറത്തു വന്ന ഉടനെ തന്നെ ഇറാനിലെ ഖൊമേനി ഇതിൻ്റെ രചയിതാവായ ഇന്ത്യയിൽ ജനിച്ച് ബ്രിട്ടനിൽ ജീവിച്ച് എഴുതുന്ന ഇൻഡോ ബ്രിട്ടീഷ് റൈറ്ററായ സൽമാൻ റുഷ്ദിക്ക് എതിരെ ഫത്വ ആഹ്വാനം ചെയ്തു. ഈ ലോകത്തെ ഏത് മുസ്ലിമിനും റുഷ്ദിയെ കൊല്ലണം എന്നായിരുന്നു ഈ ഫത്വയുടെ ഉദ്ദേശം. അതിന് കാരണം പറഞ്ഞത് ദൈവനിന്ദ ആണ്. ഈ കൃതി സാത്താനിക് വേഴ്സസ് സാത്താൻ്റെ ഗീതങ്ങൾ എന്ന ഈ കൃതി ദൈവനിന്ദയാണ്, അതുകൊണ്ട് അതെഴുതിയ ഇവനെ കൊല്ലണം എന്നായിരുന്നു ഖൊമേനിയുടെ ആഹ്വാനം. ഇതിന് പെട്ടെന്ന് ഇന്ത്യയിൽ ഇതിനെ ബാൻ ചെയ്ത് എന്തിനാണെന്ന് ആർക്കും പിടികിട്ടിയില്ല. ആദ്യമായിട്ട് ഖൊമേനിയുടെ ആഹ്വാനം വന്നതിൻ്റെ പിറ്റേന്ന് ഇന്ത്യയിൽ ഈ നിരോധനം വന്നു. ഈ ഒരു നോവലാണല്ലോ, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ നോവലായിരുന്നു. റുഷ്ദി ആദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെക്കുറിച്ച് ഫ്രീഡം, നമ്മുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്നാണല്ലോ റുഷ്ദിയുടെ ആദ്യത്തെ നോവൽ. അത് കഴിഞ്ഞുള്ള രണ്ടാമത്തെ കൃതിയാണ് സാത്താനിക് വേഴ്സസ്. അപ്പോൾ ഈ സാത്താനിക് വേഴ്സസ് പബ്ലിഷ് ചെയ്തപ്പോൾ ഇന്ത്യയിൽ അത് വായിക്കാൻ എല്ലാവർക്കും, കാരണം അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ കൃതി ആവേശപൂർവ്വം സ്വീകരിച്ചവരാണ് ഇന്ത്യയിലെ വായനക്കാർ. അപ്പോൾ ഈ കൃതി പ്രതീക്ഷിച്ചിരിക്കെ 88 രാജീവ് ഗാന്ധി പെട്ടെന്ന് നിരോധിച്ചു. രാജീവ് ഗാന്ധി എങ്ങനെ ഇന്ത്യയിലെ മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകളെ പ്രീണിപ്പിക്കാം എന്ന് കാത്തിരിക്കുകയായിരുന്നു. ഷബാനു കേസ് നിരോധിച്ചു. ഷബാനു കേസിൻ്റെ വിധി മറികടക്കുവാൻ വേണ്ടി പുതിയ നിയമം കൊണ്ടുവന്നു. കോൺഗ്രസിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള പ്രമുഖ നേതാക്കൾ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചിട്ട് രാജിവെച്ചു പോയി എന്നേക്കുമായി. അദ്ദേഹം പിൽക്കാലത്ത് കേരള ഗവർണറായി, ഇപ്പോൾ ബീഹാറിലേക്ക് അദ്ദേഹം ഗവർണറായി പോകുന്നു. അപ്പം അങ്ങനെ കോൺഗ്രസ് പൊളിറ്റിക്സിൽ ഒരു അതിരുവിട്ട മുസ്ലിം പ്രീണന സമീപനം പ്രകടമാക്കിയ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവം കൂടിയാണ് ഈ സാഹിത്യകൃതി. ഇന്ത്യയിൽ അപ്പോൾ സ്വതന്ത്രമായി ഇത് അച്ചടിക്കാനോ ഇത് വിൽക്കാനോ അവകാശമില്ലാത്ത തരത്തിലായി ആ ബാൻ. ഇന്ത്യയിലെ ബുദ്ധിജീവികൾ പരസ്പരം ഇതിനെപ്പറ്റി കുറ്റപ്പെടുത്താൻ തുടങ്ങി. പ്രത്യേകിച്ച് ഇടതുപക്ഷ ബുദ്ധിജീവികൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കോൺഗ്രസ് പ്രധാനമന്ത്രി വിലങ്ങിടുകയാണ് എന്നൊക്കെ പറഞ്ഞ് അന്ന് 88 കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്സ് അങ്ങനെയുള്ളതായിരുന്നു. അതേസമയത്ത് ആ ബാൻ ഈ അടുത്ത കാലത്ത് വരെ നിലനിന്നു, ഇപ്പോഴും നിലനിൽക്കുകയായിരുന്നു. ഈ നവംബറിൽ ആ നിരോധനത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു വായനക്കാരൻ കേസ് കൊടുത്തു. ഇങ്ങനെ ഇന്ത്യയിൽ ഇത് നിരോധിക്കേണ്ട യാതൊരു കാര്യമില്ല, ഇന്ത്യയെക്കുറിച്ചോ ഇന്ത്യയുടെ ദേശീയതയെക്കുറിച്ചോ ഒന്നുമല്ല ഇത് ചർച്ച ചെയ്യുന്നത്, ഇതിപ്പോൾ ഇസ്ലാമിൻ്റെ ഫണ്ടമെൻ്റലിസത്തെക്കുറിച്ചാണ്. അതൊരു സ്വതന്ത്ര ചിന്തകനായ ഒരു എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ്. അത് വായിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും ആർക്കെങ്കിലും വിരോധം ഉണ്ടാക്കുന്ന ഘടകമുണ്ടെങ്കിൽ പരിശോധിച്ചിട്ട് അല്ലേ നിരോധനം ചെയ്യേണ്ടത്. യാതൊരു എക്സ്പെർട്ട് ഒപ്പീനിയനും ഇല്ലാതെ പെട്ടെന്ന് എടുത്തിയാടി ചെയ്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ ആ നിരോധനം നീക്കാൻ പിൽക്കാലത്ത് പിന്നീട് വന്ന ഗവൺമെൻറ്റുകളും തയ്യാറായില്ല. പക്ഷേ രഹസ്യമായി വിദേശത്തുനിന്ന്, ഇംഗ്ലണ്ടിൽ നിന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ ഈ പുസ്തകത്തിൻ്റെ പ്രതി വായിക്കാൻ ആവശ്യമുള്ളവർക്ക് അന്ന് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു രഹസ്യമായി. എങ്കിലും ഏത് പോലീസുകാരനും വേണമെങ്കിൽ ഇത് കൈവച്ചിരിക്കുന്ന ഒരാളുടെ പേരിൽ കേസെടുക്കാവുന്ന നിയമം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 125-ാം വകുപ്പ് നിലനിൽക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരന് ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിക്ക് നിരോധനം വന്നപ്പോൾ റുഷ്ദിക്ക് ഉണ്ടായ ഒരുപാട് പ്രയാസങ്ങളുണ്ട് സ്വകാര്യ ജീവിതത്തിൽ. നീണ്ട 10 കൊല്ലം ഇംഗ്ലണ്ടിൽ അദ്ദേഹം ഒടുവിൽ താമസിക്കേണ്ടി വന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജാപ്പനീസ് പരിഭാഷകന് അമേരിക്കയിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തി ഭീകരന്മാർ വെടിവെച്ചു കൊന്നു. ഈ പുസ്തകം ജപ്പാൻ ഭാഷയിലേക്ക് പരിഭാഷ ചെയ്ത ആളിനെ
ഈ പുസ്തകത്തിൻ്റെ പേരിൽ കൊന്നു. 2022 ന്യൂയോർക്കിലെ ഒരു ചടങ്ങിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കെ റഷ്ദിയെ സ്റ്റേജിൽ കയറിയ ഒരു ഭീകര വെടിവെച്ച് ലെബനൻകാരനായ ഒരു യുവാവ് അദ്ദേഹത്തെ ആക്രമിച്ചു, കുത്തി കത്തി വെച്ചല്ലേ? കത്തി വെച്ച് അനേകം തവണ കുത്തി അദ്ദേഹം സ്റ്റേജിൽ വീണു. അദ്ദേഹത്തിൻ്റെ വലത് കണ്ണിൻ്റെ കാഴ്ച എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ജീവൻ കഷ്ടിച്ച് തിരിച്ചു കിട്ടി. ഇന്ന് ആ അവസ്ഥയിലാണ് അദ്ദേഹം. ഒരു കണ്ണിന് കാഴ്ചയില്ലാതെ ഏകദേശം ഒരു മൃതപ്രായനായിട്ടാണ് കഴിയുന്നത്. ഈ സാത്താനിക് വേഴ്സസ് എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ മതഭരണകൂടത്തിന് ചിലപ്പോൾ താല്പര്യമില്ലാത്തതായിരിക്കാം. പക്ഷേ നമ്മളെപ്പോലെ ഒരു രാജ്യത്ത് മതേതര രാജ്യമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്ര ഒരു നിലപാട് സ്വീകരിച്ച് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇന്ത്യയിൽ ഈ സാഹിത്യകൃതികളെയൊക്കെ നിരോധിക്കുന്നതിൽ കോൺഗ്രസ് വലിയ സ്വതന്ത്ര ലിബറൽ പാർട്ടിയാണെന്ന് അവകാശപ്പെടുകയും ഇതുപോലെ സ്വതന്ത്രമായ സാഹിത്യരചനയോട് തികഞ്ഞ അസഹിഷ്ണുത പുലർത്തുകയും ചെയ്യുന്നത് പുതിയ കാര്യമല്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതലേ അതായിരുന്നു കോൺഗ്രസിൻ്റെ സമീപനം. നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നാടകം നിരോധിക്കേണ്ട കാര്യം എന്തുവായിരുന്നു? നെഹ്റുവാണ് നിരോധിച്ചു. അപ്പോൾ അതുപോലെ അത്രയും അപകടകരമൊന്നുമല്ല, അതുപോലെ അപകടകരം അല്ല സാത്താനിക് വേഴ്സസ്. ആ സാത്താനിക് വേഴ്സസ് ഇവിടെ നിരോധിച്ചത് ഈ ഖൊമേനിയുടെ ഫത്വ വന്നപ്പോഴാണ്. ഫത്വ വന്നപ്പോൾ ഈ മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾക്ക് രുചികരമല്ലാത്ത ഒരാശയമാണ് എന്ന ആവേശത്തിൽ ഇതാണ് യു പിയിലെയും ബീഹാറിലെയും മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്താനുള്ള എളുപ്പ മാർഗം എന്ന് കണ്ട കുൽസിതമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് നിരോധനം വരുന്നത്. ആ നിരോധനം 36 വർഷത്തിന് ശേഷം ഈ നവംബറിലാണ് അത് ഔദ്യോഗികമായി നീക്കിയത്. കാരണം ഇതിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ വന്ന കേസെല്ലാം അവർ സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ സാത്താനിക് വേഴ്സസ് ഇന്ത്യയിൽ അച്ചടിച്ച് വിൽക്കുന്നുണ്ട്. അതിൻ്റെ പ്രസാദകർ പറയുന്നത് ആദ്യത്തെ തയ്യാറാക്കിയ കോപ്പി മുഴുവൻ ഒരാഴ്ചയ്ക്കുള്ളിൽ വിറ്റുപോയി. അവർ 2ാമത്തെ എഡിഷൻ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളുണ്ട് എന്ന് ഇന്ത്യയിലെ പുതിയ റീഡിങ് ജനറേഷൻ തിരിച്ചറിയുന്നു. എന്തായാലും കാലത്തിനനുസരിച്ചുള്ള രീതിയിലുള്ള മാറ്റം നമ്മുടെ രാജ്യത്തും വരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? തീർച്ചയായിട്ടും. ഒരു പുസ്തകം നിരോധിച്ചാൽ ആ പുസ്തകം വായിക്കപ്പെടാതിരിക്കുകയല്ല, കൂടുതൽ വായിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് റുഷ്ദിയെ പോലെയുള്ള ഒരാൾ ഒരു പുസ്തകരചനയുടെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന കഷ്ടനഷ്ടങ്ങൾ, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിലുണ്ടായ ഭീകരമായ അവസ്ഥാവിശേഷം, ജീവനും കയ്യിൽ വെച്ചുകൊണ്ട് അദ്ദേഹം 10 കൊല്ലം ഒളിവിൽ താമസിക്കുകയും ഇപ്പോൾ ഓടി നടക്കുകയാണ് ലോകത്തിൽ നാനാഭാഗത്തും. ആ ജീവിതം തന്നെ, അദ്ദേഹത്തിൻ്റെ ആ സ്വകാര്യ ജീവിതം തന്നെ ഒരു ഫിക്ഷനേക്കാൾ മനോഹരമായ ഒരു ഭീകരാവസ്ഥ സൃഷ്ടിച്ചതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.